താരസംഘടന അമ്മയുടെ പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് സുരക്ഷാ ജീവനക്കാർ മോശമായി പെരുമാറിയതിൽ മാപ്പു പറഞ്ഞ് സംഘടനാ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഇത്തരം സംഭവം ആവർത്തിക്കില്ലെന്ന് സിദ്ദിഖിന്റെ ഉറപ്പ്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവം അത് അപലപനീയമാണ്. ഇക്കാര്യത്തിൽ എന്താണ് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പ്രതികരണം? ഗോപീകൃഷ്ണൻ, ഇന്നലെ രാവിലെ 10 മണി മുതലാണ് കലൂരിൽ വെച്ച് അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്നത്. ആദ്യം തന്നെ 10 മണി മുതൽ 10 മിനിറ്റ് നേരം ഈ യോഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ അനുമതിയുണ്ട് എന്നുള്ള കാര്യം അമ്മയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി അറിയിച്ചതിന്റെ ഭാഗമായാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഈ യോഗ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഈ യോഗം ലൈവ് സ്ട്രീം നടത്താൻ അനുമതി ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചാനലിന്റെ ഒരു ഓൺലൈൻ ചാനലിന്റെ ആളുകൾ വന്ന് ഇത് ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യം ഉണ്ടായത്. അതിനു പിന്നാലെ താരസംഘടനയായ അമ്മ തന്നെ നിയോഗിച്ചിട്ടുള്ള ബൌൺസേഴ്സ് എത്തി പരിസരത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ എല്ലാം ഏറെ ദൂരേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു. പിന്നീടുണ്ടായ ശക്തമായ മഴയിലൊക്കെ പുറത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം പ്രതിഷേധമുയർത്തതോടുകൂടിയാണ് ദൃശ്യങ്ങൾ പകർത്താൻ പോലുമുള്ള അനുമതി മാധ്യമപ്രവർത്തകർക്ക് അമ്മ സംഘടനയിൽ നിന്ന് ലഭിച്ചത്. വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. എറണാകുളം പ്രസ് ക്ലബ്ബ് KUWJ ഒക്കെ ഇന്നലെ തന്നെ ഔദ്യോഗികമായി അമ്മയുടെ നേതാക്കളെ ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഭവത്തിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം. അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, ഒപ്പം മാപ്പ് ചോദിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ശ്രദ്ധിക്കാം എന്നൊരു വാക്കുകൂടി സിദ്ദിഖ് നൽകിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തെ മാധ്യമലോകം ഒന്നടങ്കം അപലപിച്ചതിന് പിന്നാലെയാണ് ഖേദപ്രകടനം. ശരി, അശ്വിൻ പാലാടിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.